ചെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്നു വിളിച്ചില്ലേ. അപ്പൊ കോയിനെ മോഷ്ടിച്ചതോ? അത് കൊലയായാലോ? അതാ വരുന്നു ഉടങ്കൊല്ലി. ഹായ് മാസ്റ്റർ, ആരാ പുതിയ ആള്? ഇത് നമ്മുടെ ഒരാളാ. അതെയോ? എങ്കിൽ പിന്നെ പറ്റിയെടുത്തോളാം. അത് വേണോ പരമു? മാസ്റ്ററെ കണ്ടാൽ അറിയ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരികയാണെന്ന്. ഞാൻ ഇതെടുത്ത അദ്ദേഹത്തിനോട് സഹായമായി. മനസ്സറിഞ്ഞ് വല്ലതും തന്ന എനിക്കൊരു ഉപകാരമായി. അത് കൂട്ടെടുത്താട്ടെ. നീ ഈ പൈസയൊക്കെ എന്ത് ചെയ്യാടാ പരമു? പൈസയോ? എന്റെ കയ്യിലോ? എന്നാ പിന്നെ എനിക്കൊരു ഉടുപ്പ് വാങ്ങിയിട്ടൂടെ? ഇതൊക്കെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് മാഷെ. എനിക്കൊരു തള്ളുള്ള വിവരം മാഷിക്കറിയാലോ. അതിന് 3 നേരം ഞണ്ണാൻ വകണ്ടാക്കാനുള്ള പാട് എനിക്കല്ലേ അറിയുള്ളൂ. അതൊരു തള്ളയാണെങ്കിലും ഒരു എരുമനെ പോരുന്ന ചെലവാണ്. കറവല്ല താനും. നിർത്ത്. നിന്റെ അമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന കാലം മുതലേ എനിക്കറിയാം. എന്നാ പിന്നെ എന്നെ പ്രസവിക്കുന്നതിന് മുമ്പത്തെ കഥ മാസം ഒന്ന് പറഞ്ഞാട്ടെ. ആ എടുക്കു സേതു പെട്ടി. അയ്യോ വേണ്ട, ഞാൻ എടുത്തോളാം. ഓ, ഒരു ജന്മം തന്നെ. ഈ പൊറ്റിയും ബാഗും ഒക്കെ ചുമന്നുണ്ടെന്ന കേട്ടോ മാഷെ. 2 ഉണ്ട് കാര്യം. കൂലി ഇദ്ദേഹം തരും, പിന്നെ ഈ കടുങ്കാപ്പി ഒരു ബോണസും. മാഷ് ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? ഒറ്റയ്ക്കല്ല, കുറെ പുസ്തകങ്ങളും ഉണ്ട് കൂട്ടിന്. എനിക്കൊരാൾക്ക് താമസിക്കാൻ ആ ഒരു മുറി മതി. ബാക്കിയുള്ള സ്ഥലം ഞാൻ ഒരു ലൈബ്രറി ആക്കി. പിന്നെ പെട്ടിയിലൊരു താമ്രപത്രം കിടപ്പുണ്ട്. ആ, അതൊരു കാലം. ഇപ്പൊ മാസം കുറച്ച് പെൻഷൻ കിട്ടും. ഓ, എന്റെ ഒന്നും കാലത്ത് ഒരു സ്വാതന്ത്ര്യ സമരം വീണ് കിട്ടുന്നില്ലല്ലോ. താമ്രപത്രത്തിനാണോ? പത്രമൊക്കെ ആർക്ക് വേണം? അത് ദിവസവും വായിക്കണല്ലേ. ഒരു പെൻഷൻ കിട്ടുമല്ലോ. അമ്മയുടെ ഒക്കത്തിരിക്കുന്ന പ്രായത്തിലാണ് സേതുവിനെ ഞാൻ അവസാനമായി കണ്ടത്. അച്ഛന്റെ ജഡം ഏറ്റുവാങ്ങാൻ വന്നപ്പോ. അന്നൊക്കെ ജയിലിലും ലോക്കപ്പിലും കിടന്ന ഒരാൾ മരിച്ചാൽ ആര് ചോദിക്കാനാ? പരമേശ്വരൻ പിള്ളയുടെ അതേ ഛായ തന്നെ തനിക്കും. പക്ഷേ നിറം ഇത്ര വരില്ല. വെറുതെ അല്ല മാസ്റ്റർ പറഞ്ഞത് നമ്മളെ സ്വന്തം ആളാണെന്ന്. അത്രയ്ക്ക് അടുപ്പുണ്ട്. കുറച്ച് ദിവസത്തെ താമസേ ഉള്ളൂവെങ്കിൽ സേതുവിന് ഇവിടെ കൂടാമായി. അതല്ല മാഷെ, പഞ്ചാബിലേക്ക് ഇനി തിരിച്ചു പോകാൻ പറ്റില്ല. ലഹളയിൽപ്പെട്ട് വീടും കടയും ഒക്കെ കത്തി നശിച്ചു. ഉള്ളതും കൊണ്ട് മടങ്ങും മുമ്പാണ് മാസ്റ്റർക്ക് എഴുതിയത്. സ്ഥിരമായി താമസിക്കാൻ ഒരു കൊച്ചു വീട് വേണം, വാടക. ഈ ഗ്രാമത്തിൽ വീട് വാടകയ്ക്ക് കിട്ടാൻ വലിയ പ്രയാസമാണ് സേതു. വീട് കിട്ടും, വാടക എന്ത് കൊടുക്കും? വീടിനനുസരിച്ച് കൊടുക്കാം. എവിടെയാ പരമു വാടകയ്ക്ക് വീട് കിട്ടുക? വാടക ഉറപ്പാണെങ്കിൽ ഈ പരമ വിചാരിച്ച വീട് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാക്കും. എന്തൊരു ഭാരം, പുറത്തോട്ട് കിട്ടുന്നില്ല. 3 നേരം ഇരുന്ന് തിന്ന് കൊഴുത്തിട്ട് പോയാലാണ്. അയ്യോ, എവിടേക്കാണ് നീ എന്നെ കൊണ്ടുപോണേ? എന്താണ് നീ എരിമ മേയ്ക്കാൻ പറയും? ഞാൻ എരിമയാ. അയ്യോ, ഇവിടേക്ക് എന്നെ കൊണ്ടുപോണേ. എടാ, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിടന്നാ മതിയുടെ മോനെ. അയ്യ, തള്ളി ടെറസ് ബംഗ്ലാവിലെ കിടക്കുള്ളൂ. പിന്നെ ഈ കൂരന്റെ ഉള്ളിൽ 2 കല്ല് കൂട്ടിയാലും കഞ്ഞി തിളക്കും. അത്രയും മതി മോനെ. ഓ എന്റെ പൊന്നു പരമേ, എന്തോ നീ എന്നും ഇങ്ങനെ നിന്നാ മതിയോ കുട്ട? നിനക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ മോനെ? നീ ഒരു കല്യാണം കഴിക്കണ പൊന്നു പരമേ. ഞാനോ? പിന്നെ എന്നിട്ടോ? എടാ, നീ ഒരു കല്യാണം കഴിക്കണ മോനെ. എടാ, നീ ഒരു കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിനെ ഈ കൂരയിലേക്കാണ് കൊണ്ടുവരണേ. ഞാൻ കേട്ടെ. ആ കെട്ടട മോനെ. കെട്ടിട്ട് ഇപ്പൊ കാരാ ചെലവ് കൊടുക്കുക. നിങ്ങളതായാലോ? ഇതിനു വേണ്ടി വളം വെച്ചിട്ട് നിങ്ങൾ ഇല്ല, എപ്പ വെക്കാൻ പോവാ? വെക്കണ്ട, ഇതിന് വെക്കണ്ട, ഇക്കാര്യത്തിൽ വെക്കണ്ട, ഈ 16 കൊല്ലായി നിങ്ങൾ ഇതും പറയില്ല പറ്റിക്കുന്നത്. എടാ മോനെ, ഈ വയസ്സുകാലത്ത് നീ എന്നോട് ചെയ്യണടാ. നിന്നെ 10 മാസം ചോന്ന് വെച്ച അമ്മയാടാ ഞാൻ. അതെ, ആ ഒരൊറ്റ കാരണത്താലും നിങ്ങൾ അവിടുന്ന് എന്നോ അടിച്ചിറക്കി വിടേണ്ടതാണ് ഞാൻ. എന്റെ മൈതാന മനസ്സിനോട് ഞാൻ അത് ചെയ്തില്ല. പിന്നെ വാടക ഇനത്തിൽ മാസം 100 റുപ്യാണ് കിട്ടാൻ പോകുന്നത്. ടെറസ് ബംഗ്ലാവിന്റെ മോഹം കൊണ്ട് ഇതെങ്ങാനും ഇടങ്കോലിട്ടാൽ തള്ള ചത്താ ഞാൻ കർമ്മം ചെയ്യൂല. ശവം ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് കൊണ്ടേ കീറാനും മുറിക്കാനും ഇട്ട് കൊടുക്കും. ഒരു ശവത്തിന് 100 റുപ്യ കിട്ടും. അയ്യോ വേണ്ട മോനെ, എന്റെ പൊന്നു ദൈവങ്ങളെ, അവൻ ഈ സന്ധ്യ സമയത്തല്ല എന്നോട് ഇത് പറയുന്നത്. അടാ പരമ മോനെ. പരമേ, എല്ലാം റെഡിയാക്കിയ ഐശ്വര്യമായിട്ട് വലത് കാല് വെച്ച് കയറിയാട്ടെ. എടാ പരമേ, നീ എന്താണ് അമ്മയ്ക്ക് വിരോധമായിട്ട് ചെയ്യണേ? അമ്മേ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് അവര് തരില്ലേ? എന്താ പരമു? അഡ്വാൻസിന്റെ കാര്യം എത്രയാ വേണ്ടത്? അതിപ്പോ ഒരു 3 മാസമെങ്കിലും വേണം.
ഇതിപ്പോ അഡ്വാൻസ് ആയി. ഇനി ബ്രോക്കറേജ്. ബ്രോക്കറേജാ? അതെ, ഇതിപ്പോ ടൗണിലാണെങ്കിൽ ഒരു മാസത്തെ വാടകയാണ് ബ്രോക്കറേജ്. നമ്മൾ തമ്മിലായതുകൊണ്ട് പകുതി മതി. ഇത് ഞാൻ വെറുതെ അവരല്ല, മാഷോട് വെച്ച് നോക്കൂ, അങ്ങനെ നടപ്പില്ലേന്ന്. അതൊക്കെ നടപ്പുണ്ട്, പക്ഷെ ഇത് പരമൂല്യ വീടല്ലേ. മാഷെ, പള്ളി വേറെ പള്ളിക്കൂടം വേറെ. ബ്രോക്കറേജിന്റെ കാര്യത്തിൽ അമ്മ ഭയങ്കര സ്ട്രിക്റ്റാ. ഞാൻ ഈ കണ്ടോന്നല്ല കാര്യം, അമ്മയുടെ മുമ്പിൽ ഇല വിറക്കും പോലെ വിറക്കും ഞാൻ. ഇനി ഇത് അത് വേണ്ട, ഞാൻ എടുത്തു വെച്ചോളാം. അതിന് പ്രത്യേക കൂലിയൊന്നും വേണ്ടാന്ന്. ഒരു മനുഷ്യത്വ. അയ്യോ അത് വേണ്ടമേ, ഞാൻ എടുത്തു വെച്ചോളാം. ഇതുപോലെ എറിപോലെ ഒരു ഞാൻ. പ്രിയപ്പെട്ട ചെറുകര നിവാസികളെ, നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ ഈ കുമാരൻ മാസ്റ്ററെ അനുഗ്രഹിച്ചതോടുകൂടി ഈ ഹോട്ടലിന്റെ ഔപചാരികമായ കർമ്മം, ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കാൻ പോകുകയാണ്. ഇങ്ങനെ ഒരു ഹോട്ടൽ ഈ നാട്ടിൽ ഉണ്ടാകുക, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് സുലഭമായി ലഭിക്കുക എന്നൊക്കെ പറയുന്നത് മെമ്പറെ സാധാരണ നിലയിലും മതി. അയ്യോ, ഭാഷകൾ മിണ്ടാതിരിക്കുവല്ലേ. അങ്ങനെ തന്നെ പറഞ്ഞു. കൈ നീട്ടിക്കേ. പൈസയാ? വേണ്ട മാഷേ. വേണം വേണം, സർക്കാരും കച്ചവടവും ഒരുമിച്ച് നടക്കൂല. എനിക്കെന്ന് മാത്രമല്ല, ഇവന് വരെ കാശ് വാങ്ങിച്ചിട്ട് മതി എന്തും. ദിവസവും രാവിലെ പച്ചക്കറി ഇവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ രാവിലെയും വൈകിട്ടും പാല് ആലീസും കൊണ്ടുതരും. ഈ പച്ചക്കറിയും പാലൊന്നും പറഞ്ഞ് ഈ പെട്ടിയിൽ വീഴുന്ന കാശൊക്കെ ഇയാൾ അങ്ങ് കൊണ്ടുപോകല്ലോ. അപ്പൊ എന്റെ വാടകയോ? എന്നാലും ഇയാൾ വല്ല ബാങ്ക് കുത്തിപ്പൊളിക്കാൻ പോ. ഇങ്ങനെ ഉണ്ടോ കാശിനോട് ഒരു ആർത്തി? എന്റെ കർത്താവേ, ഈ തള്ളെ സമ്മതിക്കണം. അങ്ങനെ പറയടാ അന്തപ്പായി. ഇവിടെ ആരും ഇല്ലേ? ആരും ഇല്ലേന്ന്? ആരും ഇല്ലെന്നാ തോന്നുന്നേ. അപ്പൊ പിന്നെ താനോ? പിന്നല്ലാതെ, ഞാൻ ഒരുത്തൻ ഇവിടെ ഇങ്ങനെ തടി പോലെ നിൽക്കുന്ന കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചാ എങ്ങനെയാ? ആരാണോ ഈ പഞ്ചാബി? പഞ്ചാബിയോ? ആ അതെ. പക്ഷെ തന്നെ കണ്ട ഒരു പഞ്ചാബിയുടെ ലക്ഷണമില്ല. കൊള്ളാവുന്ന ആശാരിമാര് തടി കൊത്തിവെച്ച പോലുണ്ട്. ചതുര മോന്ത, തൊട്ടി പോലെ നീളം, ചൊക്ര കണ്ണും. തന്നെ ഒരു അക്കരക്കാരൻ പൊങ്ങന്നായത് തന്നെ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? അയ്യോ, എനിക്കൊന്നും വേണ്ട. ഞാൻ ഈ പാല് തരാൻ വന്ന. ഓ, അന്തപ്പായുടെ ഭാര്യ? അന്തപ്പായിയുടെ ഭാര്യ. എത്ര നല്ല ആലോചനകളൊക്കെ വന്നതാ. എന്റെ തലയിൽ എഴുത്ത് അറിയാനൂടെ പൊറുക്കാനായി പോയി. അതിനിപ്പോ എന്തു പറ്റി? എന്തു പറ്റിയെന്നു? എന്റെ കൂട്ടത്തിൽ കെട്ടിച്ചവർക്കൊക്കെ കൊച്ചുങ്ങൾ 3ഉം 4ഉം ആയി. ഞാനിപ്പോഴും മേലും കീഴും നോക്കി നിപ്പാ. അല്ല, മനസ്സിലായില്ല. അത് ഞാനേ കൊച്ചുങ്ങൾ ഉണ്ടാവത്തില്ല. ആ, എന്റെ വീതി. അല്ലാണ്ടെന്താ? താനൊന്ന് ശൃംഗരിക്കാതെ കുപ്പി അകത്തുകൊണ്ട് കാലിയാക്കി കൊണ്ടുപോവാ. അയ്യടാ അയ്യ. ആരാ അത്? ഓ, സാലീസ് വരുന്നു. ആദ്യ രാത്രിക്കാ കേറി വരൂ. ബാക്കിയുള്ളവരെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഒരു കഷ്ടം. ഇത് ഞാനൊന്ന് നേരത്തെ വന്നിങ്ങ് തൊലച്ചൂടെ? കച്ചവടം തീരണ്ടേ? കച്ചവടം ആർക്ക് വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെ ഉണ്ടാക്കണതിന്റെ? അപ്പോ നമുക്ക് തക്കാലം കുഴി വെക്കാൻ 2 പെട്ടിയുടെ ആവശ്യമേ ഉള്ളൂ. പിന്നരിക്കാതെ വല്ലതും വേണമെങ്കിൽ എടുത്തു വെച്ച് തിന്ന്. ചോറും കൂട്ടാനും അടുക്കള ഇരിപ്പുണ്ട്. എനിക്ക് എവിടെങ്കിലും ഒന്ന് കിടക്കണം. നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഒരുമിക്കണ്ട, ഞാൻ കഴിച്ചതാ. പോയിരുന്നങ്ങ് കഴിച്ചോണ്ടാ മതി. അയ്യോ അലിസേ, നോക്കേ, നല്ല മടക്ക് സാധനം കേക്കുവാ. അവറാച്ചന്റെ കടയിൽ നിന്ന് മേടിച്ചതാ. നല്ല സ്വാദാ. നല്ല സ്വാദാണോ? തനിച്ചിരുന്നങ്ങ് നിന്നോണ്ടാ. അത് രാത്രി അവറാച്ചനും മടക്ക് സായി. നേരം വെളുത്ത് എന്നോട് ചോദിക്കും. എനിക്കറിയാൻ മേലേ നിന്നെ? ഇല്ല,